എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതാ കോടതി വിധി പറയുന്നത് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും അങ്ങേയറ്റം സെൻസേഷൻ ആയ കോടതി ഇടപാടുകൾ ആണ് നടന്നത് എന്ന് പറയുമ്പോൾ കോടതിയുടെ ശിക്ഷ വിധിക്കുന്നതിൽ മറ്റൊന്നും സ്വാധീനിക്കുന്നില്ല എന്ന് ജഡ്ജി പറയുന്നു. ഇന്ന് രാവിലെ വാദപ്രതിവാദങ്ങൾക്കിടെയുണ്ടായ അതേ പരാമർശം തന്നെയാണ്. പുറത്തു നടക്കുന്ന ചർച്ചകൾ, ബാഹ്യമായ ചർച്ചകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊന്നും കോടതി വിധിയെ സ്വാധീനിക്കാൻ പോകുന്നില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് കോടതി വിധി പറയുന്നത്. അതായത് പ്രതികൾ ചെയ്ത തെറ്റെന്ത്, അവരുടെ കുറ്റകൃത്യം ഏത്, ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർ ആരൊക്കെ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ആ കുറ്റകൃത്യം നിലനിൽക്കുന്നത്, അതിനനുസരിച്ച് മാത്രമുള്ള വിധി പ്രസ്താവമാണ് നടത്താൻ പോകുന്നത് എന്നത് തന്നെയാണ് ആമുഖമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൾസർ സുനി ചെയ്തത് ഹീനമായ പ്രവൃത്തിയാണ് എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതേ ഹീനമായ പ്രവൃത്തിയിൽ എല്ലാവരും പങ്കാളികളായി എന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്ന് കോടതിയുടെ വാക്കാൽ പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് 20 വർഷം തടവ്, 1 മുതൽ 6 വരെ പ്രതികൾക്ക് 20 വർഷം തടവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നു. പൾസർ സുനി ഉൾപ്പെടെ പ്രദീപ് വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവ്, 1 മുതൽ 6 വരെ പ്രതികൾക്ക് കഠിന തടവ് എന്നുള്ളതാണ് മറ്റൊരു വിവരമായി പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ പ്രതികൾക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 120B എന്നത് തെളിയിക്കപ്പെടുന്നു. അങ്ങനെ 20 വർഷം തടവ്, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കഠിന തടവിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് കഠിന തടവ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി ഇതാ പൾസർ സുനിക്ക് മറ്റ് ജീവപര്യന്തം പോലെയുള്ള മറ്റു തടവുകൾ ഉൾപ്പെടെയുണ്ടോ എന്നതാണ് അറിയേണ്ടത്. എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നും ഗൂഢാലോചനയുടെ ഭാഗമായി എന്നും കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് 20 വർഷത്തെ തടവിന്, കഠിന തടവിന് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം വരുന്നത്. ഇനി അറിയേണ്ടത് പൾസർ സുനി ആ നീചമായ ഹീനമായ പ്രവൃത്തി ചെയ്തത് പൾസർ സുനി അല്ലേ എന്ന ചോദ്യം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഈ പ്രതികൾക്ക് മറ്റ് ശിക്ഷകൾ കൂടി അനുഭവിക്കേണ്ടതായി വരുമോ എന്നതാണ് അറിയേണ്ടത്. ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ അംഗീകരിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 വർഷം കഠിന തടവിനാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവയ്ക്കാനുള്ളത്. 1 മുതൽ 6 വരെയുള്ള മുഴുവൻ പ്രതികൾക്കും, അതായത് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 1 മുതൽ 6 വരെയുള്ള മുഴുവൻ പ്രതികൾക്കും 20 വർഷത്തെ കഠിന തടവ് എന്നതാണ് ആദ്യ വിധി. ഇത് എല്ലാ വിധിയുടെയും സംഗ്രഹമാണോ? ഇനിയും ഘട്ടം ഘട്ടമായുള്ള വിധി പ്രസ്താവം പുറത്തു വരുമോ എന്നതിൽ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഇതാ പൾസർ സുനിയും മാർട്ടിനും ബി മണികണ്ഠനും VP വിജീഷും സലീമും പ്രദീപും 20 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടതായി വരുന്നു. അതിൽ ഇളവുണ്ടാകുമോ? ഇതുവരെ പ്രതികൾ അനുഭവിച്ച തടവ് ഇതിൽ നിന്ന് കുറയ്ക്കുമോ? ഇത്തരം കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ വ്യക്തത കൈവരുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ശിക്ഷാവിധിയിലേക്ക് പോകുന്നുണ്ടോ കോടതി എന്നതാണ് അറിയേണ്ടത്. എന്തായാലും എല്ലാ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിക്കുമ്പോൾ പൾസർ സുനി ചെയ്ത ഹീനകൃത്യത്തിന് എന്താണ് ശിക്ഷ എന്നതാണ് ഇനി അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തു